അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആണുങ്ങളോട് പഴയതൊക്കെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഓർമ്മ വളരെ ശുഷ്കിച്ചതായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ മലകളും കുന്നുകളും ചെരുവുകളും ഒക്കെ പോയി പോയി പോയി. അങ്ങനെ പെട്ടെന്ന് പിള്ളേരെ വീട്ടിലിരുത്തിയിട്ട് മഴ കണ്ടപ്പോ ഞങ്ങളൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഒരു കരിക്ക് ഡ്രൈവ്. ശ്രീക്ക് ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പോയിട്ട് കരിക്ക് കുടിക്കണം. അതാണ് ശ്രീന്റെ മെയിൻ പരിപാടി. നമ്മൾ എവിടെയെങ്കിലും ഒരു ലോങ് യാത്രയൊക്കെ പോവാണെങ്കിൽ വഴിയിലെല്ലാം നിർത്തി സർവ്വ കരിക്കിന്റെ സ്പോട്ടിൽ നിർത്തിയിട്ട് കരിക്ക് കുടിച്ചാണ് ഞങ്ങൾ യാത്ര തുടരുക. എന്നിട്ട് പറയും മനുഷ്യരായി കഴിഞ്ഞാൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തിയിരിക്കുക. കണ്ടു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു റെയിനി ഡ്രൈവ്, നല്ല മഴയുള്ള ക്ലൈമറ്റ്, നല്ല സുഖമുള്ള ക്ലൈമറ്റ്. ഇന്നിപ്പോൾ സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ പത്മ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് അവിടെ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ ഉണ്ടാക്കി പതുക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കമലയാണെങ്കിൽ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. അത് 6:30 ആകുമ്പോഴേക്കും എന്നും എഴുന്നേക്കും. അങ്ങനെ വെളുപ്പിനെ എണീറ്റ് വെള്ളം മാത്രം ചോദിച്ചാൽ കരിക്ക് എന്താ വെള്ളം മാത്രം മതി. അപ്പൊ കമല വെളുപ്പിനെ എണീറ്റിട്ട് അവളുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത രണ്ടാമത്തെ ഉറക്കത്തിന് കയറിയിരിക്കുകയാണ്. അപ്പം രണ്ടിനെയും വീട്ടിലാക്കിയിട്ട് അവിടെ ചേച്ചി കൊണ്ട് നോക്കാനും അപ്പൊ അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ ഡ്രൈവിന് ഇറങ്ങിയതാ. ഈ കല്യാണത്തിലൊക്കെ ഇങ്ങനെ 2 സ്ട്രോ ഒക്കെ ഇട്ട് നമുക്ക് അങ്ങനെ ഒന്നും ആരും തന്നില്ലല്ലേ? പക്ഷെ നല്ല മധുരമുണ്ട്. എനിക്ക് മതി. ബോംബെയിലെ പാട്ട് എൻജോ ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. നമുക്ക് കണ്ടെയ്നർ റോഡ് വഴി പോയാലോ? നമ്മൾ പണ്ട് ഇതുപോലെ എപ്പോഴാ മഴയത്ത് ഡ്രൈവ് പോയെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണില്ല, എനിക്കറിയാം. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആണുങ്ങളോട് പഴയതൊക്കെ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഓർമ്മ വളരെ ശുഷ്കിച്ചതായിരിക്കും. സാറില്ല. നമ്മള് പണ്ടേ അതെ സേതുവട്ടം ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. അതത്ര നല്ല സ്വഭാവമല്ല. ഞങ്ങളെ പണ്ട് നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് മഴ നനഞ്ഞ് ബൈക്കിൽ പോയിട്ടുണ്ട് അല്ലേ? ഓ അന്നെന്ത് എന്തൊരു റൊമാൻറ്റിക് ഡ്രൈവ് ആയിരുന്നു അതൊക്കെ. പക്ഷെ പിന്നെ ഇപ്പൊ നമ്മളിവിടെ ഇതുപോലെ മഴയത്ത് ബൈക്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അല്ലേ പോവോ? നമ്മള് ശ്രീ ഇപ്പൊ ബൈക്കേ ഓടിക്കില്ല. പണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട് ഞാനിപ്പോ പാലയിലുള്ളത്. ശ്രീ ഇപ്പൊ തൊടുപുഴ പാല റൂട്ടില് ഒരു നോർമലി വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു 45 to 1 hour എടുക്കുന്ന റോഡില് 1/2 മണിക്കൂർ കൊണ്ട്, അതിൽ വലിയ റെക്കോർഡൊക്കെ കൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. മോട്ടോർ വാഹന വകുപ്പ് ഇപ്പൊ കേട്ടാൽ പോലും ചിലപ്പോൾ പിടിച്ചകത്തിടും. അതുകൊണ്ട് പറയുന്നില്ല. അമ്മാതിരി സ്പീഡിലൊക്കെ എന്നെ കാണാൻ വന്നിരുന്നതാണ്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതുപോലെ ബൈക്കില് തമ്പുരാനെ ആരും കാണല്ലേ എന്ന് പറഞ്ഞിട്ട് പാലാ തൊട്ട് തൊടുപുഴ വരെയുള്ള സർവ്വ അമ്പലത്തിലും പള്ളിയിലും വഴിപാടൊക്കെ ഇട്ട് അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു പോകുന്നത്. വീട്ടിലറിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ബൈക്കിലൊക്കെ കുറെ കറങ്ങി നടന്നിട്ടുണ്ട്. ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അറിയാം. പക്ഷെ എന്നാലും ഇത് പറയുമ്പോൾ നമുക്ക് ഇതിലൊരു ചളുപ്പുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര നല്ല, നമ്മുടെ ഒരു ലൈഫിലെ ഏറ്റവും നല്ല സമയങ്ങളായിരുന്നു. വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു അന്ന്. നമ്മൾ വിചാരിച്ചത് ഈ ഒരു പ്രേമം വീട്ടിലറിയുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഉള്ള അതിന്റെ ടെൻഷൻ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു അല്ലേ? അന്നത് വലിയ പ്രശ്നമാണ്. ശരി, അന്നത്തെ നമ്മുടെ പ്രായം വെച്ചിട്ട് അന്നത്തെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. ഇപ്പൊ എനിക്ക് കുറെ പിള്ളേർ കേട്ടോ, ഒത്തിരി പിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ മിക്കവരും പറയുന്ന കാര്യം വെച്ചാൽ നമ്മുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. അത് പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് അറേഞ്ച് ആക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ ചോയ്സ് ആയിരുന്നു. ആദ്യം ആരും എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ പറയാറുണ്ട്, അച്ഛനും അമ്മയും സമ്മതിക്കണില്ല, എങ്ങനെ വീട്ടിൽ പ്രസന്റ് ചെയ്യുമെന്ന് അറിയത്തില്ല, വീട്ടുകാർ ഒരു തരത്തിലും അടുക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ അമ്മയെ വിളിച്ചിരുത്തിയത്, എൻ്റെ അമ്മയെ അല്ലെങ്കിൽ ഇപ്പം ശ്രീന്റെ പേരൻസിനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കണം. ബിക്കോസ് അവരുടെ ഇതിന് മുമ്പത്തെ ഒരു പെർസ്പെക്റ്റീവും
ഇവരൊന്നും പരസ്പരം മിണ്ടുന്ന പോലെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ ഒരു സമയത്ത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ, അവരിപ്പോ ഭയങ്കര മച്ച കമ്പനി. അവരങ്ങനത്തെ ഒരു കാര്യം ഓർക്കുന്ന പോലുമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ. ലൈക്ക് അത്ര സില്ലി ആയിട്ട് വർഷങ്ങൾക്ക് ശേഷം തോന്നുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. ഓ, അന്ന് നമ്മൾ എന്തൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്നറിയോ. പക്ഷെ മെസ്സേജ് അയച്ചില്ല, എന്തോ ആരോ പ്രേമത്തിലായിരുന്നു, ഇട്ടിട്ട് പോയി സഹിക്കാൻ പറ്റുന്നില്ല. ശരിയാ, പ്രായത്തിന്റെ പ്രശ്നമാണ്. ആ ഒരു കുട്ടീന്റെ അടുത്ത് പറയാ എക്സാം ആണ്, അപ്പൊ എക്സാമിൽ ഒരു തരത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ സമയത്താണ് ബ്രേക്കപ്പ് ആയത്. ശരിക്കും പറഞ്ഞ ഈ ബ്രേക്കപ്പിന്റെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണ്. നമുക്ക് ശരിക്കും മരിച്ചു പോകുന്ന പോലത്തെ പെയിൻ ഉണ്ടാവുന്ന സമയമാണ്. നമുക്ക് ആ പ്രിയപ്പെട്ട ഒരാള് അങ്ങനെ പോകുന്ന പോലത്തെ പെയിനാണ് അല്ലേ. കാരണം ബിക്കോസ് ഞങ്ങൾ ഒരു 1.5 വർഷത്തെ ബ്രേക്കപ്പ് നല്ലോണം അനുഭവിച്ചതാ. പക്ഷെ പിന്നെ വീണ്ടും റീയുണൈറ്റ് ചെയ്തു ഫോർ സോ മെനി റീസൺസ്. അതൊക്കെ പിന്നെ ഞങ്ങൾ വിശദമായിട്ടൊരു കഥ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ചുമ്മാ ഒരു ഡ്രൈവിൽ ഇറങ്ങിയപ്പോൾ ഒത്തിരി നാളായി ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പം ചുമ്മാ ഒരു വ്ളോഗ് എന്നുള്ളൊരു ഫീൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറിയിലെ പ്രസക്ത ഭാഗങ്ങൾ. പിന്നെ വിശദമായിട്ട് പറയാം കേട്ടോ. 23-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആണേ. 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഈ നമ്മളങ്ങനെ 10 വർഷം ഈ വണ്ടി എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 20 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാം. ആലോചിച്ച് നോക്ക്, നമ്മുടെ ടീനേജിന്റെ ആ ഒരു തുടക്ക സമയം തൊട്ട് പരസ്പരം അറിയുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഈ ഒരു നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജേർണി ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ അത് റോങ് ചോയ്സ് ആയിരുന്നു എന്ന് തോന്നിയിട്ടില്ല. ലൈക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എക്സാക്ട്ലി. നമ്മളിത് ഭയങ്കര എപ്പോഴും അങ്ങനെ റൊമാൻസ് ഉള്ളൊരു റിലേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഫേസ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി റൊമാൻസിനെ കഴിഞ്ഞ് നമ്മുടെ ഇടയിൽ വർക്കൗട്ട് ആവുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഗ്രേറ്റ് ഫ്രണ്ട്സ് ആയി. ഭയങ്കരമായിട്ട് പരസ്പരം സ്പേസ് കൊടുക്കുന്ന അങ്ങനത്തെ 2 സുഹൃത്തുക്കളായിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾ തമ്മിൽ കുറെ എന്താണ് നമ്മുടെ തോട്ട്സിൽ വ്യത്യാസങ്ങളുണ്ട്, കോൺഫ്ലിക്റ്റുകളുണ്ട്. പക്ഷെ ഞങ്ങൾ വർത്താനം പറഞ്ഞത് അല്ലേ, നമുക്ക് ഈ വഴി ഇങ്ങനെ പോകട്ടെ, ആ വഴി നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്. അപ്പം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് വർത്താനം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഇരുന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ വ്യൂ പോയിന്റ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നൊരു ആളായതിലാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്. ശ്രീൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ശ്രീക്ക് നാട്ടിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നേ. നാട്ടിൽ സ്ഥിരം ഡ്രൈവർ ഞാനായിരുന്നു. അപ്പം അവിടെ വണ്ടി ഓടിക്കും, ദുബായിൽ വണ്ടി ഓടിക്കും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പെട്ടെന്ന് ഈ റോഡിന്റെ റൂൾസ് ഒക്കെ മാറുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ. ഒരു വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഒരു പാഷനേറ്റ് ഡ്രൈവർ ഒന്നുമല്ല. ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വളരെ അങ്ങനെ ചുമ്മാ ഒരു ഡ്രൈവിനൊന്നും പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി വരില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് ഒരു തെറാപ്പിയാണ്. എനിക്ക് ശരിക്കും ഒരു മൂഡ് ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി എടുത്തൊന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തപ്പോ ഇതുവഴിയാ വന്നത്, ഓർമ്മയുണ്ടോ? നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് ഈ വഴി വന്നിട്ടുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്ത് നേരെ നമ്മുടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് നമ്മള് അഡ്വാൻസ് അന്ന് തന്നെ പേ ചെയ്തു അല്ലേ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഥാറാണ്. ഇത് എടുത്തതിന്റെ ഇത് നമ്മള് എടുക്കുന്ന സമയത്ത് നമ്മൾ ഷോറൂമിൽ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശ്രീയുടെ വണ്ടിയാ. ഞാനിത് അങ്ങനെ എടുക്കാറില്ല. ഞാൻ എന്റെ വണ്ടി കൊണ്ടാണ് ഇതിലേക്ക് നടക്കാറ്. ശ്രീ വരുന്ന സമയത്ത് ഇതും കൊണ്ട് കറങ്ങാൻ ഇറങ്ങും. ശ്രീക്ക് ഭയങ്കര ഈ റോഡ് വിസിബിലിറ്റി വേണം. അവിടെ ദുബായിൽ കുറച്ചുകൂടെ വലിയ വണ്ടിയാണ് ഓടിക്കുന്നത്. അപ്പം കുറച്ച് ഉയരത്തിലിരുന്നിട്ട് റോഡൊക്കെ നന്നായിട്ട് കണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു രസമുള്ളത്. അല്ലാതെ എനിക്ക് ഭയങ്കര ചെറിയ വണ്ടിയിൽ ഇരിക്കുമ്പോ ആകെ പാനിക് ആവുമേ. വലിയ വണ്ടി മേടിക്കാൻ ഇവിടെ നോക്കി നോക്കുമ്പോൾ മിനിമം ഒരു 50 ലക്ഷം അടുത്ത് വരും. അതെ, താറ് ഓട്ടോമാറ്റിക് വേണമായിരുന്നു. ഹൈറ്റ് ഉള്ള വണ്ടി വേണമായിരുന്നു. നല്ല എന്താണ്
ബോഡി സ്ട്രോങ് ആയിട്ടുള്ള വണ്ടി. പക്ഷെ നമ്മളൊരു ഓഫ് റോഡിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടൊന്നും അല്ല മേടിച്ചത്. നമുക്ക് ഈ ഒരു ഓഫ് റോഡ് നമ്മള് ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മുടെ വളരെ ബന്ധപ്പെട്ട കക്ഷി ഈ വണ്ടി എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്താ മല കയറാൻ പോവാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു മലയും കയറാൻ പറ്റുന്നില്ല. അങ്ങനെ പക്ഷെ ഞാനൊരു ദിവസം ഇതും കൊണ്ട് എവിടെയെങ്കിലും ഓഫ് റോഡിന് പോകും കേട്ടോ. ശരിക്കും ഞാനൊരു വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്തൊരു ഓഫ് റോഡിന് പോയാലോന്ന് ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരിക്കും? ഞാൻ ഒരു എന്താ പറയാ, ഞാൻ 20 വയസ്സ് വരെ നമ്മുടെ ആ ഇടുക്കി ഭാഗത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ മലകളും കുന്നുകളും ചെരുവുകളും ഒക്കെ പോയി 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 ഞങ്ങളവിടെ അടുത്തല്ലേ ഈ ഇലവീഴാപ്പുഞ്ചിറ, അവിടെ ഞങ്ങൾ എല്ലാ സൺഡേ പോവായിരുന്നു. അതെന്തിനാ പോണെന്ന് എനിക്കറിയാം. അവിടെ പോയി ഇരിക്കുമ്പോ ഞാൻ പോയിട്ടില്ല കേട്ടോ, ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇലവീഴാപ്പുഞ്ചിറ. ഒരു ദിവസം പോവാട്ടോ. അവിടെ നല്ല ഇപ്പം ഭയങ്കര സംഭവം തോന്നുന്നു. നമ്മള് പോവാ ഒരു ദിവസം രാത്രി ഓർമ്മയുണ്ടോ, അമലും സ്റ്റെഫി ആയിട്ട് പോയിട്ട്. പക്ഷേ നമ്മള് ഫുള്ള് വഴി പോയില്ല, പകുതി വഴി പോയിട്ട് നമ്മള് തിരിച്ച് വന്നിട്ട് നമ്മള് ആ കട ഏതാ, തട്ടുകട, ഭയങ്കര ഫേമസ് തെരുവ് വഴിയോരം തട്ടുകടയിൽ നിന്ന് നമ്മള് അപ്പവും ലിവറും മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ യാത്ര അവസാനിപ്പിച്ചു. രാത്രി ഒരു ദിവസം വണ്ടിയിലിരുന്നാ കഴിച്ച. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? പണ്ടൊക്കെ ആയിരുന്നെങ്കില് ഞാനിവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ കയറി പിള്ളേര് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കുട്ടികൾ ഇവിടെ അഡ്മിറ്റഡ്. അപ്പൊ നമുക്ക് പണ്ടൊക്കെ ആരെങ്കിലും ഹോസ്പിറ്റലാണ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മളിവിടെ പോവാൻ. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്തോട്ട് നമുക്ക് പോകാൻ ഭയങ്കര മാനസിക പ്രശ്നമായിട്ടുണ്ടല്ലേ ഹോസ്പിറ്റലായിട്ട്. എനിക്ക് ആകെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ആരെയും പോയി കാണുമോ ഒന്നും ചെയ്യണില്ല, ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി. ഞങ്ങളെല്ലാരും പോസിറ്റീവ് ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ വാർത്ത ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ബിക്കോസ് എല്ലാവർക്കും ഇത് വന്നു പോയല്ലോ. അപ്പൊ പിള്ളേർക്ക് 2 പേർക്കും വന്നായിരുന്നു. പത്മയ്ക്ക് ഓൾമോസ്റ്റ് 14 ദിവസം എടുത്തു നെഗറ്റീവ് ആവാൻ. ചെറുതിനും വന്നു, പാവമുണ്ട്. അതിനാണെ പറയാനും അറിയത്തില്ല അതിന്. പക്ഷെ ഭയങ്കര വലിയ സിവിയർ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് പനിയായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് വെച്ചാൽ കുട്ടികൾക്കാണെങ്കിലും പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം കോവിഡ് കഴിഞ്ഞിട്ട് വരുന്ന അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, എല്ലാ മാറ്റങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അത് പോസ്റ്റ് കോവിഡിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ, പിന്നെ ഒരു ഫീവർ വന്നാലോ ബോഡിയിൽ റാഷസ് വന്നാലോ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ ടെസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അത് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിലും ഭയങ്കര നല്ലതാണ്. അപ്പൊ നമ്മളിപ്പോ പത്മനെയും ചെറുതിനെയും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു നോക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക. കാരണം ഇത് കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞിട്ടും പത്മ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോഡി പെയിൻ വരുന്നുണ്ടെന്ന് കൊച്ചു പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് തലവേദന ഉണ്ടാവും. അവർക്ക് പറയാൻ അറിയത്തില്ലല്ലോ. കമലാണെങ്കിൽ ഭയങ്കര ക്രാങ്കി ആയിരുന്നു. അല്ലെങ്കിൽ ജനറലി അവള് നമുക്ക് ഭയങ്കര ഈസിലി ഹാൻഡിൽ ചെയ്യാവുന്ന കുട്ടിയാണ്. പക്ഷെ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ആകെ വഴക്കാളിയായിരുന്നു. ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല. ഇന്നിപ്പം സുഖമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പ് പതുക്കെ തിരിച്ചു ചെല്ലണം. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് ഇനി എന്താ നമ്മള് പരിപാടി, നമ്മള് ചിലപ്പം ലഞ്ച് കഴിക്കാൻ പുറത്തു പോകും. പിള്ളേരെയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് ഒത്തിരി നാളായി. അപ്പൊ ഒന്ന് പുറത്തൊക്കെ പോയി ഒരു ലഞ്ചൊക്കെ കഴിച്ച് വെച്ചാ ശ്രീനെ വല്ലപ്പോഴും അല്ലേ ഇതുപോലെ ഒന്ന് കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. മഴയുള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മഴ മാറിയപ്പോഴത്തേക്കും ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നതാണ്. എനിക്കൊന്നും മേടിച്ചു തന്നില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പിള്ളേരെയും പെറുക്കിയിട്ട് ലഞ്ചിന് പോകാനുള്ള പരിപാടിയാണ്. എല്ലാം പറയാനുണ്ടോ? ഞങ്ങളിങ്ങനെ ചുമ്മാ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞൊരു വ്ലോഗായിട്ടൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായിരുന്നു. അതുകൊണ്ട് വെറുതെ ചെയ്തതാട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കര ലെങ്തിലൊക്കെ എന്തെങ്കിലും ഒരു വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. വെറുതെ നിങ്ങളുടെ സമയം കളയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. വേണമെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. ശരി, ഇത് ആദ്യം പറയേണ്ടതായിരുന്നു. അപ്പൊ ശരി, ബൈ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വീക്ക് ആയിരിക്കട്ടെ ഇനി അങ്ങോട്ടേക്ക്. സ്റ്റേ ഹാപ്പി. ബൈ.